വലിയ പ്രതിഷേധം ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തുടനീളം നടക്കുന്നുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, തൃശൂർ എല്ലായിടങ്ങളിലും പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധമുണ്ടാകുന്നുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിക്കാനിരിക്കുന്നുണ്ട്. ഒപ്പം പത്തനംതിട്ടയിലെ വീണ ജോർജിന്റെ വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടക്കുന്നുണ്ട്. ശവപ്പെട്ടിയും ചുമന്നുകൊണ്ടുള്ള പ്രതിഷേധമാണ് പ്രതിഷേധക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. തിരുവനന്തപുരത്തേക്ക് പോയാൽ അവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മഹിളാ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ടായിരുന്നു. വലിയ ഒരു കയ്യാങ്കളിയിലേക്കൊക്കെ കാര്യങ്ങൾ കടക്കുന്നുണ്ടായിരുന്നു. പോലീസും പ്രതിഷേധക്കാരുമായി ഉന്തും തള്ളുമുണ്ടായി. വലിയ വാക്തർക്കങ്ങളുണ്ടായി. സനീസ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സനീസ, നിലവിൽ എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? പ്രതിഷേധക്കാരെ പൂർണ്ണമായും അറസ്റ്റ് ചെയ്ത് മാറ്റിയോ? അതെ അമൃത, പ്രതിഷേധക്കാരെ, മഹിളാ കോൺഗ്രസ് പ്രവർത്തകരെ പൂർണ്ണമായി അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ്. കൂടാതെ ഇവിടെ ഇനിയും പ്രതിഷേധം തുടരാനുള്ള ഒരു സാഹചര്യമാണുള്ളത്. വിവിധ സംഘടനകൾ ഇവിടെ ഇനിയും അനെക്സ് 2-വിൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. ഇനിയും പ്രതിഷേധങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ആരോഗ്യമന്ത്രിയുടെ സുരക്ഷയെ മുൻനിർത്തിയാണ് ഇവിടെ പോലീസിനെ വിന്യസിച്ചിരിക്കുന്നത്. ഇന്നലെ തന്നെ സംസ്ഥാനത്താകെ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. തുടർന്ന് അനെക്സ് 2-വിൽ ഇപ്പോൾ വലിയ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. നേരത്തെ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ മാർച്ച് നടക്കുകയും അനെക്സ് 2-വിലേക്ക് കടക്കാൻ വേണ്ടി ഗേറ്റിന് മുകളിൽ വരെ കയറി പ്രതിഷേധിക്കുകയും ഉണ്ടായി. പോലീസുമായി ഉന്തും തള്ളും ഉണ്ടാകുന്ന സംഘർഷാവസ്ഥയിലേക്ക് കടക്കാനുള്ള ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു. തുടർന്ന് ഇവരെ പൂർണ്ണമായി അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നലെ കോട്ടയത്ത് ആശുപത്രി കെട്ടിടം തകർന്നു വീണ് ഒരു സ്ത്രീ അതിന്റെ ഉള്ളിൽ ഉണ്ടെന്ന് പോലും ആളഭയമൊന്നും ഉണ്ടായില്ല, അല്ലെങ്കിൽ അവിടെ ആരുമില്ല എന്ന തരത്തിലുള്ള ആരോഗ്യമന്ത്രിയുടെ പ്രതികരണത്തിന് ശേഷം മകൾ തന്റെ അമ്മയെ കാണാനില്ലെന്ന് പറയുകയും കൂടാതെ തന്നെ തുടർന്ന് നടത്തിയ രക്ഷാപ്രവർത്തനത്തിൽ ബിന്ദു എന്നൊരു സ്ത്രീ വളരെ വൈകി നടത്തിയ ഒരു രക്ഷാപ്രവർത്തനത്തിൽ ബിന്ദു എന്ന സ്ത്രീ മരിക്കുകയും തുടർന്ന് ഓൾറെഡി തന്നെ വളരെ കോളിളക്കം സൃഷ്ടിച്ച രീതിയിലാണ്, ആടി ഉലയുന്ന ഒരു രീതിയിലാണ് കേരളത്തിലെ ആരോഗ്യ മേഖല പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് തൊട്ട് പിന്നാലെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നതും അതിലൊരു സ്ത്രീ മരിക്കുന്നതും രക്ഷാപ്രവർത്തനം ഇത്ര വലിയ രീതിയിൽ വൈകിയ ഒരു സാഹചര്യം ഉണ്ടാകുന്നതും വലിയൊരു അനാസ്ഥ ആരോഗ്യമന്ത്രിയുടെയും വകുപ്പിന്റെയും മേലിൽ നിന്ന് വരുന്നതും. തുടർന്ന് ഇന്നലെ മുതൽ തന്നെ സംസ്ഥാനത്താകെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇന്ന് ഇവിടെ അനെക്സ് 2-വിൽ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിന് മുന്നിൽ ഇത്തരത്തിൽ പ്രതിഷേധത്തിനുള്ള സാഹചര്യം മുൻനിർത്തിക്കൊണ്ട് തന്നെ വലിയ പോലീസ് സന്നാഹത്തെയാണ് വിന്യസിച്ചിരിക്കുന്നത്. ഇവിടെ തുടരെ പ്രതിഷേധങ്ങൾ, ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് തുടരെ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴും ശരിയായ രീതിയിൽ ഈ അനാസ്ഥയെ അംഗീകരിച്ചുകൊണ്ടുള്ള രീതിയിൽ ശരിയായ രീതിയിൽ ആരോഗ്യമന്ത്രിയുടെ മേലിൽ നിന്നും ഒരു വിശദീകരണമോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. വലിയ രീതിയിൽ ആരോഗ്യ മേഖലയെ ഇല്ലാതാക്കുന്ന ഒരു രീതിയിലുള്ള നടപടികളും അതുപോലെ തന്നെ സിസ്റ്റമായിട്ടുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങളും കൊണ്ട് കേരളത്തിന്റെ ആരോഗ്യ മേഖല വലിയ രീതിയിൽ ഉലയുന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ച് വിവിധ സംഘടനകൾ വലിയ രീതിയിൽ പ്രതിഷേധം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ ആകമാനമുള്ളത്. തുടർന്ന് അനെക്സ് 2-വിനും ആരോഗ്യമന്ത്രിയുടെ ഓഫീസിന് മുന്നിലും പ്രതിഷേധങ്ങൾ തുടരുന്ന ഒരു സാഹചര്യമാണ് അമൃത ഉള്ളത്. ശരി, വലിയ പ്രതിഷേധത്തിന് തന്നെയാണ് തലസ്ഥാനം ഉൾപ്പെടെ സാക്ഷിയാകുന്നത്. ഇപ്പോൾ മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തകരെ, പ്രതിഷേധക്കാരെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. സനീസയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.